തുറമുഖമെന്ന സ്വപ്ന പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിന് പിന്നിൽ പ്രതിസന്ധികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഓഖിയും കോവിഡും മത്സ്യത്തൊഴിലാളികളുടെ സമരവും ഉൾപ്പെടെയുള്ളവ തുറമുഖ നിർമ്മാണത്തെ ചെറുതായല്ല ബാധിച്ചത്. ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നാണ് രാജ്യത്തിന് അഭിമാനമായി വിഴിഞ്ഞത്ത് പടുകൂറ്റൻ മദർഷിപ്പ് നങ്കൂരമിടുന്നത്. നോക്കാം വിഴിഞ്ഞം വന്ന നാൾവഴികൾ. 2000-കളിലാണ് വിഴിഞ്ഞത്തൊരു തുറമുഖമെന്ന ചർച്ച സജീവമാകുന്നത്. ഇന്ത്യയിൽ കടലിലൂടെയുള്ള ചരക്കു ഗതാഗതം സങ്കീർണമായ കാലം. 20,000 TEU വരെ ശേഷിയുള്ള കൂറ്റൻ മദർഷിപ്പുകൾ എത്തിയെങ്കിലും രാജ്യത്തെ വമ്പൻ തുറമുഖങ്ങളിൽ അതടുപ്പിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു. അത് വലിയ പ്രതിസന്ധിയായി. വിഴിഞ്ഞത്തിൻ്റെ മാത്രം സവിശേഷതയായ 20 മീറ്റർ സ്വാഭാവിക ആഴമാണ് വിഴിഞ്ഞത്തൊരു തുറമുഖമെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നത്. 2013 വിഴിഞ്ഞത്ത് തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെയാണ് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ വേഗത്തിലാക്കിയത്. 2015 അദാനി ഗ്രൂപ്പിന് കരാർ നൽകി. 2015 ഡിസംബർ 5 നിർമ്മാണം ആരംഭിച്ചു. 1000 ദിവസത്തിനുള്ളിൽ കപ്പലെത്തുമെന്നായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തുറമുഖ മന്ത്രി കെ ബാബുവിന്റെ പ്രഖ്യാപനം. എന്നാൽ പ്രതിസന്ധികൾ പല രൂപത്തിലെത്തി. 2017 ആഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റ് പുലിമുട്ടിന് കേടുപാടുണ്ടാക്കി. കരിങ്കല്ലിനും ചുണ്ണാമ്പുകല്ലിനും കടുത്ത ക്ഷാമമുണ്ടായി. 2019 കോവിഡ് വ്യാപനം നിർമ്മാണം നിർത്തിവെക്കാൻ കാരണമായി. 2022 ജൂലൈ 20 മത്സ്യത്തൊഴിലാളികൾ തുറമുഖത്തിനെതിരെ സമരം ആരംഭിച്ചു. തീരം കടലെടുക്കാൻ കാരണം തുറമുഖ നിർമ്മാണമെന്ന് അവർ ആരോപിച്ചു. നവംബർ 27 ഒരു സംഘം മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ചു. കൈവിട്ടുപോകുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ മത്സ്യത്തൊഴിലാളികളും ലത്തീൻ അതിരൂപത അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് ഡിസംബർ 6 ഒത്തുതീർപ്പ്. എല്ലാം അതിജീവിച്ച് തുറമുഖത്തേക്കുള്ള ക്രെയിനുകളുമായി ആദ്യ കപ്പൽ 2023 ഒക്ടോബർ 15 വിഴിഞ്ഞത്ത്. ഷെൻഹുവ 15, 16, 24, 29, 34, 35 എന്നീ കപ്പലുകളിലായി 31 ക്രെയിനുകൾ തുറമുഖത്തെത്തി. മീറ്റർ പുലിമുട്ട് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. കണ്ടെയ്നർ ബർത്തും കണ്ടെയ്നർ യാർഡും സുസജ്ജമാണ്. വിഴിഞ്ഞത്ത് കപ്പലെടുക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും പൂർത്തിയായതായി അധികൃതരും പറയുന്നു. ചൈനയിൽ നിന്നെത്തുന്ന സാൻ ഫെർണാണ്ടോ വ്യാഴാഴ്ചയാണ് തുറമുഖത്തടുക്കുന്നത്. 2000-ലേറെ കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കും. അതിന് പിന്നാലെ നിരവധി കപ്പലുകളുമെത്തും. ട്രയൽ റൺ 1.5 മാസത്തോളം നീണ്ടു നിൽക്കും. ഓണസമ്മാനമായി തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം.